Alpha Genius Integrated School, Kerala Government Higher Secondary Schooling, along with medical and engineering entrance coaching at Padirapalli, Alappuzha. Alpha Academy, Alappuzha, the most trusted name in +1, +2 higher secondary schooling and NEET, AIMS Medical and IIT JEE entrance coaching since 2000. Creating excellent results from average students. Our features: serene atmosphere and posh infrastructure, smart classrooms, eminent faculties, excellent library, motivation, meditation and yoga classes. Hostel facility for boys and girls with teachers' care and convenience. English communication, cultural activities. Our courses: +1, +2 higher secondary schooling with entrance coaching. Long-term entrance coaching for school-going students. Repeater batch for 12th completed students. Crash and foundation classes. Alpha Academy, Rose Building, west of KSFE, Zillakot Road, Alappuzha 1. Alpha Genius Integrated School at Padirapalli, Alappuzha. Okay students, so എല്ലാവർക്കും നീറ്റ് 2022 എക്സാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എല്ലാ സ്റ്റുഡൻസിനും ഈ എക്സാം എളുപ്പമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ ആൽഫയിൽ പഠിപ്പിച്ചിട്ടുള്ളതല്ലാത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഈ എക്സാമിന് വന്നിട്ടില്ല. എല്ലാം നമ്മൾ തിയറിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് അന്നേരം നീറ്റ് 2022 കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് മീ ഗീവ് ദ ഹെഡിങ് chemistry question discussion. Okay, so let's start chemistry question discussion. Okay, so എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സർഫസ് കെമിസ്ട്രി എന്നുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യനിൽ ഈ തവണ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ഇമ്പോർട്ടൻസ് കാണാം. അസേർഷൻ ആൻഡ് റീസൺ വളരെയധികം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ സമയം കൺസ്യൂം ചെയ്യും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ കോആഗുലേഷൻ ഓഫ് എ നെഗറ്റീവ് സോൾ ദ ഫ്ലോക്കുലേറ്റിംഗ് പവർ ഓഫ് ദ 3 ഗിവൺ അയോൺസ് ആർ ഇൻ ദ ഓർഡർ. ആദ്യം തന്നേക്കുന്നത് അലുമിനിയം 3+, പിന്നെ ഏതാണ് തന്നേക്കുന്നത് ബേരിയം 2+, പിന്നെ ഏതാ വരുന്നത് Na+, അല്ലേ? സോ നമുക്കറിയാം ഹാർഡി ഷൂൾസ് റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറയാം നെഗറ്റീവ് സോളിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇത് വേണം. സോ ചാർജ് കൂടുന്തോറും വളരെ എഫക്റ്റീവായിട്ട് അതിന് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കറക്റ്റാണ് ഈ ഓർഡർ തന്നേക്കുന്നത്. കാരണം ഇവിടെ +3, ഇവിടെ +2, പിന്നെ ഇവിടെ +1. സോ ഐ ക്യാൻ സേ ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് നോക്കിയാൽ ഇൻ ദ കോയാഗുലേഷൻ ഓഫ് എ പോസിറ്റീവ് സോൾ ദ ഫ്ലോക്കുലേറ്റിംഗ് പവർ ഓഫ് ദ 3 സോൾസ് ആർ ഇൻ ദ ഓർഡർ. സോ ഇവിടെ പോസിറ്റീവ് സോളിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചാർജാണ് വേണ്ടത്. പക്ഷേ ഇവിടെ NaCl എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലോറിൻ -1 Na2SO4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൾഫേറ്റ് ആണ്. സോ -2 ആണ്. Na3PO4 എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ആണ്. ദാറ്റ് ഈസ് -3. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. പക്ഷേ അവർ തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് രീതിയിലാണ്. സോ ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ എനിക്ക് പറയാം സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് പഠിച്ച അതേ കൺസെപ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്താൽ ആൻസറായി. സോ ഇതേ ടൈപ്പ് ചോദ്യം മോഡൽ എക്സാംസിനും ഉണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓർഗാനിക് എന്നുള്ള ചോദ്യമാണ്. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്യാം. ഇതാ നോക്കൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ നോക്കുക. ദ ജെൽഡാൾസ് മെത്തേഡ് നോക്ക്. ജെൽഡാൾസ് മെത്തേഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഏത് കോമ്പൗണ്ട്സിലാണ്? സോ നമുക്കിവിടെ അറിയാം ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ജെൽഡാൾസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കോമ്പൗണ്ട് ഏതാണ്. റിങ്ങിനകത്ത് നൈട്രജൻ വന്നാൽ ദാ വരുന്നു പിരിഡിൻ. ജെൽഡാൾസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡയാസോ കോമ്പൗണ്ട്സ്, ആസോ കോമ്പൗണ്ട്സിൽ ഒരിക്കലും പറ്റില്ല. അതേപോലെ നൈട്രോ കോമ്പൗണ്ട്സിലും. സോ ഇത് 3 ഉറപ്പായിട്ടും പറ്റില്ല എന്ന് എനിക്ക് ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാ നോക്ക്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇതാണ്. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് എൻസൈംസ് ഈസ്. സോ നമുക്കറിയാം എൻസൈംസിനെ കുറിച്ച്. എൻസൈംസ് ആർ പ്രോട്ടീൻസ് ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നു പോളിസാക്കറൈഡ്സ്. അന്നേരം തന്നെ എൻ്റെ കണ്ണ് അതിലേക്ക് പോകും. ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ലൈക്ക് കെമിക്കൽ കാറ്റലിസ്റ്റ് എൻസൈംസ് റെഡ്യൂസ് ദ ആക്ടിവേഷൻ എനർജി. കറക്റ്റാണ്. എൻസൈംസ് ആർ ബയോ കാറ്റലിസ്റ്റ് ആണ്. ദേ ആർ വെരി സ്പെസിഫിക് ആണ്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിമൈനിങ് എവറിത്തിങ് ആർ റൈറ്റ്, കറക്റ്റ് ഓർ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്.
സോ അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ എന്താ പറയുക, ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് മാസ് ഓഫ് 95% പ്യുവർ കാൽഷ്യം കാർബണേറ്റ് will be required to neutralize 50 ml of 0.5 molar HCl solution according to the following reaction. So ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ എനിക്കറിയാം 1 mol കാൽഷ്യം കാർബണേറ്റിന് എത്ര എമൗണ്ട് ഓഫ് HCl ആവശ്യമുണ്ട്? 2 മോൾ HCl ആവശ്യമുണ്ട്. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് HClൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം കുട്ടികളെ? മൊളാരിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയൂം. സോ മൊളാരിറ്റി അവർ തന്നിട്ടുണ്ട് 0.5 മോളാർ. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കണം. HClൻ്റെ വോളിയം തന്നേക്കുന്നത് 50 ml. സോ എനിക്ക് കിട്ടുന്ന നമ്പർ ഓഫ് മോൾസും മില്ലി മോൾസ് ആയിരിക്കും. സോ ഐ ക്യാൻ സേ 25 മില്ലി മോൾസ് ആയിരിക്കും എനിക്ക് നമ്പർ ഓഫ് മോൾസ് ആയിട്ട് കിട്ടുന്നത്. സോ നമുക്ക് ഓൾറെഡി അറിയാം 2 മോൾ HClന് 1 മോൾ കാൽഷ്യം കാർബണേറ്റ് ആവശ്യമുണ്ട് അല്ലേ? സോ അങ്ങനെ ആണെങ്കിൽ 1 മോൾ HClന് എന്ത് വേണ്ടി വരും? ഒന്ന് ആലോചിച്ചേ. 1 മോൾ HClന് പകുതി പോരെ, ഹാഫ് മോൾ മതി. അങ്ങനാണെങ്കിൽ 25 മില്ലി മോളിന് എന്ത് വേണ്ടി വരും പറഞ്ഞേ? 25 മില്ലി മോളിന് നേർപകുതി, അതായത് 12.5 മില്ലി മോൾസ് എന്ത് മതി? കാൽഷ്യം കാർബണേറ്റ് മതി. സോ ഇതിൽ നിന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കാം 12.5 മില്ലി മോൾസ് എന്ന് വെച്ചാൽ എത്രയാണ്? 12.5 ഇൻറ്റു കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളാർ മാസ് 100. സോ ആൻസർ ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കാൽഷ്യം കാർബണേറ്റ് 95% ഉള്ളൂ പ്യുവർ. സോ എനിക്ക് പറയാം ഇൻറ്റു 10⁻³ ചെയ്താൽ ആൻസർ കിട്ടില്ല. കാരണം 100ൻ്റെ 95% മാത്രമേ പ്യുവർ ഉള്ളൂ. സോ 100ൻ്റെ 95% എന്ന് പറയുമ്പോൾ എത്രയാണ്? 95. സോ നമുക്ക് പറയാം ഇവിടെ 95 നമുക്ക് ആക്ച്വലി എന്തുള്ളൂ? ഇതായിട്ടുള്ളൂ എന്ന് പറയാം. സോ 100 ഗ്രാം എടുത്താൽ അതിൽ 95. സോ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എന്താണ്? നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 12.5 മില്ലി മോൾസ് ആണ്. സോ അന്നേരം എനിക്ക് പറയാം ഈ 100ൻ്റെ ഈ കിട്ടിയ വാല്യൂ എത്ര നമുക്ക് കിട്ടും? ഒന്ന് ചെയ്ത് നോക്കിക്കേ. 10⁻⁻1 ഇൻറ്റു 12.5 എന്ന് വരും. സോ ദാറ്റ് ഈസ് 1.25. പക്ഷേ നമുക്കറിയാം 95% ഉള്ളൂ. സോ ഒരിക്കലും 1.25 വരത്തില്ല. അതിൻ്റെ അടുത്തുള്ള ആൻസർ 1.32. സോ ഇതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ 100 വെച്ച് ചെയ്താൽ എനിക്ക് 1.25 കിട്ടും. പക്ഷേ അത് 100% പ്യുവർ ആണെങ്കിലാണ്. പക്ഷേ ഇവിടെ 95% പ്യുവർ ഉള്ളൂ. സോ അങ്ങനെ ആകുമ്പോൾ എത്ര വരും? 1.32 ഗ്രാം ആയിരിക്കും ആൻസർ. അതിൻ്റെ അടുത്തുള്ള ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്ക്, അൻറ്റാസിഡ്സ് മാച്ച് ദ ഫോളോയിങ് ആണ്. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ അൻറ്റാസിഡ്സ് ഏതുമായിട്ടാണ്? സിമെറ്റിഡിൻ അറിയാം, നമ്മൾ ടെക്സ്റ്റിൽ ഡയറക്റ്റായിട്ട് പറയുന്നതാണ്. A3 ഉള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. രണ്ടാമത് ആൻറ്റി ഹിസ്റ്റമിൻസ് സെൽഡൈൻ, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ആൻറ്റി ഹിസ്റ്റമിൻസ് സെൽഡൈൻ നമ്മുടെ മോഡലിന് വന്ന ചോദ്യം കൂടെയാണ്. സോ ദാറ്റ് ഈസ് B4. അങ്ങനെയുള്ള ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അടുത്തതിലേക്ക് പോവാം. വീണ്ടും അമീൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അവർ പറഞ്ഞേക്കുന്നത് പ്രൈമറി ആലിഫാറ്റിക് അമീൻസ് റിയാക്ട് വിത്ത് HNO2 ടു ഗീവ് അൺസ്റ്റേബിൾ ഡൈസോണിയം സോൾട്ട്. വളരെ ശരിയാണ്. ടെക്സ്റ്റിൽ പറയുന്നുണ്ട് RNH2 റിയാക്ട് വിത്ത് ഡൈസോണിയം സോൾട്ട് HNO2. നമ്മളിത് പഠിച്ചു. നോ. സോ ഇതുമായിട്ട് ട്രീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ROH. പക്ഷേ അരോമാറ്റിക് അമീൻസ് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടുന്നത് സ്റ്റേബിളായിട്ടുള്ള ഡൈസോണിയം സോൾട്ട് ആയിരിക്കും. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. N2+ and Cl-. ഇത് ബ്രേക്ക് ആവില്ല. സോ ദാറ്റ് ഈസ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. രണ്ടിലും ഒരേ കാര്യമാണ്. പ്രൈമറി അരോമാറ്റിക് അമീൻസ് ദേ ഗീവ് സ്റ്റേബിൾ ഡൈസോണിയം സോൾട്ട്. സോ ഇതും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇതും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കിയേ, ദ IUPAC നെയിം ഓഫ് ദ കോംപ്ലക്സ്. ഇതിൻ്റെ IUPAC നെയിം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം സിൽവർ ഇതൊരു ന്യൂട്രൽ ലിഗൻഡാണ്. സോ സയനൈഡ് ഇത് നെഗറ്റീവ് വരുന്ന കാരണം പോസിറ്റീവ് പറഞ്ഞിട്ടേ നെഗറ്റീവ് പറയാവൂ. സോ ആദ്യം ഡൈ അക്വാ സിൽവർ വരും. സോ സയനൈഡ് -1 ആണ്. സോ അങ്ങനെ ആകുമ്പോൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ +1 വേണം. സോ ഡൈ അക്വാ സിൽവർ 1, ഡൈ സയനോ അർജൻറ്റേറ്റ് 1 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയ കുട്ടികളെ? സോ ഇത് ബേസിക്കലി ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ആൽഫയുടെ. സോ എല്ലാവർക്കും എനിക്ക് 100% ഉറപ്പാണ് ആൽഫയിൽ പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വട്ടത്തെ നീറ്റ് വളരെ എളുപ്പമായിട്ടുണ്ടാവണം.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഫസ്റ്റ് ഇയർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡയമണ്ട് ഈസ് കോവലൻ്റ് ആൻഡ് ഗ്രാഫൈറ്റ് ഈസ് അയോണിക്. വളരെ കറക്റ്റായിട്ടുള്ള ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഡയമണ്ട് കോവലൻ്റ് ആൻഡ് ഗ്രാഫൈറ്റ് ഈസ് അയോണിക്. ശരിയാണോ? ഉറപ്പായിട്ടും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡയമണ്ട് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആൻഡ് ഗ്രാഫൈറ്റ് ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. വളരെ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബോത്ത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ആർ യൂസ്ഡ് എസ് ഡ്രൈ ലൂബ്രിക്കൻ്റ്. അല്ല, ഒരിക്കലുമല്ല. ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ഹാവ് 2 ഡയമെൻഷണൽ നെറ്റ്വർക്ക്. തെറ്റാണ്. ഡയമണ്ടിന് 3 ഡയമെൻഷനിലാണ് നെറ്റ്വർക്ക്. സോ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ശരിയായിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്, ഹൈഡ്രൈഡിൽ നിന്നും. ഞാൻ പറഞ്ഞു ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും. സോ ഇവിടെ നമുക്ക് നോക്കാം. മഗ്നീഷ്യം ഹൈഡ്രൈഡ് വേറെ ഒന്നുമല്ല, എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്, ദാറ്റ് ഈസ് അയോണിക് ഹൈഡ്രൈഡ്. അടുത്തത് ജെർമാനിയം ഹൈഡ്രൈഡ്. കറക്റ്റ് ആയിരിക്കും. ഇലക്ട്രോൺ പ്രിസൈസ്, 4 വാലൻസിയെ 4 ഇത് കൃത്യമായിട്ട് പാലിപ്പിക്കും. ഡയബൊറൈൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. എച്ച് എഫ് ക്ലിയർ ആണ്. എച്ച് എഫ് എന്താണ് പറയാമോ? ഇലക്ട്രോൺ റിച്ച് ആണ്. ഫ്ലൂറിനിൽ ലോൺ പെയേഴ്സ് ഉണ്ട്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. സോ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. സോ ക്ലിയർലി എനിക്കറിയാം പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഒരാളുടെ PAയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P ടോട്ടൽ ഇൻറ്റു XA ആയിരിക്കും. സോ അത് തന്നെയാണ് ഇവിടെയും തന്നേക്കുന്നത്. ഓപ്ഷൻ 2 കറക്റ്റാണ്. ഇത് കറക്റ്റായിട്ടുള്ള ഇതാണ്. അതേപോലെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷേഴ്സ്. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ആദ്യം N1 ഇൻറ്റു RT/V, ഇവിടെ N2 ഇൻറ്റു RT/V, ഇവിടെ N3 ഇൻറ്റു RT/V എന്നായിരിക്കും വരുന്നത്. സോ തേർഡ് വൺ മാത്രമേ ഉള്ളൂ ഇതിൽ തെറ്റായിട്ടുള്ളത്, ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഇതെന്ന് പറയുന്നത് നമ്മുടെ റൗൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ നോക്കാം, ഗ്രിഗനാർഡ് റിയേജൻറ്റ്. സോ ഇത് ഞാൻ ഓരോ തവണയും പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയും ഈ വർഷം വരും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ RMgX നമുക്കറിയാം മഗ്നീഷ്യം ഇലക്ട്രോ പോസിറ്റീവാണ്, ഇത് ഇലക്ട്രോ നെഗറ്റീവാണ്. സോ ഈ ബോണ്ട് സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ R ഡെൽറ്റ മൈനസും MgX നമുക്കറിയാം ഡെൽറ്റ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ പോസിറ്റീവ് ആണ്. സോ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം CO2. സോ ഇതിൽ കാർബൺ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് പോളറൈസ് ചെയ്ത് എന്താവും കുട്ടികളെ പറഞ്ഞേ? ഇത് നെഗറ്റീവ് ചാർജും ഇത് പോസിറ്റീവ് ചാർജും ആവും. സോ ഈ R മൈനസ് പോസിറ്റീവ് ചാർജിനെ അറ്റാക്ക് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ C ഡബിൾ ബോണ്ടോ ഇവിടെ R വരും, ഇവിടെ O മൈനസ്, അതിലേക്ക് MgX വരും. കണ്ടോ മെക്കാനിസം പഠിക്കുന്നതിൻ്റെ ഗുണം കണ്ടോ? നമ്മുടെ കുട്ടികൾ ഇത് ചെയ്തിട്ടുണ്ടാവും. RCOO മൈനസ് MgX പ്ലസ്. ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ, ഗഡോലിനിയം ഹാസ് എ ലോ വാല്യൂ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ബിക്കോസ് ഓഫ് നമുക്കറിയാം ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരാണ്. ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ ഹാഫ് ഫിൽഡ് ആകുമ്പോൾ ഒരേ എനർജി ഉണ്ടെങ്കിൽ ദേ ക്യാൻ അണ്ടർഗോ എക്സ്ചേഞ്ച്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈ എൻതാൽപ്പി എക്സ്ചേഞ്ച് ആയിരിക്കും. നെക്സ്റ്റ് വൺ, which of the following is suitable to synthesize chlorobenzene? സോ ഇത് വളരെ ക്ലിയർ ആണ്. നമ്മുടെ ബെൻസീനിൽ നിന്ന് നമ്മൾ ഈ പ്രിപ്പറേഷൻ പഠിച്ചിട്ടുണ്ട് കുട്ടികളെ. സോ ബെൻസീനെ ഞാൻ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ കുറേ തവണ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. FeCl3 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇവൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇവൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ എന്താ കുഴപ്പം? ഇവൻ ഈ ക്ലോറിൻ്റെ ലോൺ പെയറിലേക്ക് ചേർന്ന് നിൽക്കുകയും ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കുകയും ഇവൻ FeCl4 മൈനസ് ആവുകയും ചെയ്യും, Cl പ്ലസും ഫോം ചെയ്യും. കാണാമോ? Cl പ്ലസ്, FeCl4 മൈനസും Cl പ്ലസും. ഈ Cl പ്ലസ് ആണ് ബെൻസീനെ അറ്റാക്ക് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ. സോ യു വിൽ ഗെറ്റ് ക്ലോറോബെൻസീൻ കിട്ടുന്നതായിട്ട് കാണാം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് മൈ കറക്റ്റ് ആൻസർ. അടുത്തത് നോക്ക്, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ആദ്യത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ 1 ആണെന്ന് മനസ്സിലാവും. കാരണം പൊട്ടാസ്യം ഫസ്റ്റ് നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്, +1 ആണ് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒരിക്കലും +4 ഇത് പോകില്ല. ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. സോ ദിസ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവർക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ തെറ്റാന്ന് കിട്ടുവാണ്. ഓക്കെ, അടുത്തത്, ഇൻ 1 മോളാൽ സൊല്യൂഷൻ മൊളാലിറ്റീസ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. സോ മൊളാലിറ്റി അവർ പറഞ്ഞിട്ടുണ്ട് 1 മോളാൽ എന്ന് തന്നിട്ടുണ്ട്, 0.5 മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സോൾവെൻറ്റിൻ്റെ മാസ് ആണ് ചോദിക്കുന്നത്. സോ മാസ് ഓഫ് ദ സോൾവെൻറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ദാറ്റ് ആസ് 0.5 കിലോഗ്രാം.
ദാറ്റ് ഈസ് 500 gram എന്ന് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. എല്ലാവർക്കും കിട്ടിക്കാണും, ഇത് വളരെ എളുപ്പമാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് നമ്മുടെ ഈ പറയുന്നത് പോലെ പി ബ്ലോക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ഫോളോയിങ് ഹൈഡ്രൈറ്റ്സ് ഓഫ് 16 എലമെൻറ്റ്സ് ഹാവ് ഫോളോസ് ദ ഓർഡർ. വളരെ കറക്റ്റാണ്. മോളിക്കുലാർ മാസ് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടുന്നതായിട്ട് കാണാം. സോ ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദീസ് ഹൈഡ്രേറ്റ്സ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ മോളാർ മാസ്. അത് വളരെ ശരിയാണ്. ദാറ്റ് ഈസ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്തത് നോക്ക്, നമ്മുടെ അയണിക് ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള ചോദ്യം. പി എച്ച് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എന്തിൻ്റെയൊക്കെയാണ്? സോഡിയം അസറ്റേറ്റ് CH3COONA. അതേപോലെ അസറ്റിക് ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീക്ക് ആസിഡും സോൾട്ട് ഓഫ് വീക്ക് ആസിഡും എന്ന് പറഞ്ഞാൽ ദിസ് ഗൈ ഈസ് ആൻ അസിഡിക് ബഫർ. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. സോ പി എച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് പറയാം pKa log salt by acid concentration. സോ എന്ത് വരും കുട്ടികളെ? പി എച്ച് കണ്ടുപിടിക്കാം. സോ pKa വാല്യൂ തന്നിട്ടുണ്ട് 4.57. ലോഗ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ദാ നോക്ക് 10⁻⁻1 ലോഗ്. അടുത്തത് 10⁻⁻2. ഞാനിത് ചെയ്യുവാണെങ്കിൽ എനിക്ക് 5.57 എന്ന് കിട്ടും. കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും മക്കളെ? 4.57 വിത്ത് ലോഗ് 10⁻1 എന്ന് വരും. ദാറ്റ് ഈസ് 4.57, ദാറ്റ് ഈസ് ലോഗ് 10⁻1 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് 5.57 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഇതെല്ലാം ക്ലാസ്സിൽ ഡയറക്റ്റ് ഡിസ്കഷൻ. 119. 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺ. 1 എന്ന് പറഞ്ഞാൽ അറിയാം വീണ്ടും അൺ. 9 N ആണ്. സോ ദാറ്റ് ഈസ് NEM. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് നോക്ക്, ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ റെഡോക്സി എന്നുള്ളൊരു ചോദ്യമാണ്. സോ ഇവിടെ MnO4 - 8H+, അതിനെ നമുക്കറിയാം MnO4-. സോ ദാറ്റ് ഈസ് നമുക്ക് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ അറിയാൻ പറ്റും. ദാറ്റ് ഈസ് +7 നിന്നും +2 പോവുകയാണ്. ഓക്കെ, അന്നേരം അതിനായിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്, ഓക്സിജൻ്റെ തന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വിൽ ദ പെർമാംഗനേറ്റ് അയോൺ MnO4- ലിബറേറ്റ് ഓക്സിജൻ ഫ്രം ദ വാട്ടർ? ഉറപ്പായിട്ടും ആൻസർ യെസ് ആയിരിക്കും. കാരണം ഇതിൻ്റെ E0 സെല്ല് ഈ ആനോഡ് മൈനസ് കാത്തോഡ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫീസിബിൾ റിയാക്ഷൻ. സോ 4 ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്തത് പോളിമേഴ്സിൽ നിന്നുള്ളതാണ്. ഫൈബേഴ്സ് പ്രോസസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ശരിയാണ്. അതേപോലെ തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ആർ കേപ്പബിൾ ഓഫ് റിപ്പീറ്റഡ്ലി സോഫ്റ്റനിങ്. കറക്റ്റാണ്. നമുക്കതിനെ സോഫ്റ്റൻ ചെയ്യാം, പിന്നെ ഹാർഡൻ ചെയ്യാം. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് വളരെ ശരിയാണ്. തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആർ റീയൂസബിൾ. ഒരിക്കലുമില്ല, ഒരു തവണയെ യൂസ് ചെയ്യാൻ പറ്റൂ. സോ ദിസ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇലാസ്റ്റോമേഴ്സ് നമുക്കറിയാം ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്. സോ ഓപ്ഷൻ 3 ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് നോക്ക്, നമ്മുടെ അരോമാറ്റിക് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചോദ്യം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്? ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ 3 നോക്കുമ്പോൾ തന്നെ അറിയാം. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വീണ്ടും സിംഗിൾ ബോണ്ട്. കോൺജുഗേഷൻ ഇല്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. 4 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. സൈക്ലിക് ആണോ, പ്ലേനാർ ആണോ, 4ാമത് സൈക്ലിക് റെസൊണൻസ് ഉണ്ടോ? സോ ഇവിടെ എന്തൊക്കെ ഇല്ല? പ്ലേനാർ അല്ല, അതേപോലെ സൈക്ലിക് റെസൊണൻസ് അല്ല, പക്ഷേ സൈക്ലിക് ആണ്. അതേപോലെ 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്, കാരണം 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഈ 2 കാരണങ്ങളാൽ ദിസ് ഈസ് നോട്ട് അരോമാറ്റിക്. അടുത്ത ചോദ്യം സ്റ്റേറ്റ്സ് ഓഫ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൽ നിന്നുള്ള ചോദ്യം. സോ വീണ്ടും അസേർഷൻ റീസൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ എ പെർട്ടിക്കുലർ പോയിന്റ് ഡിഫെക്റ്റ് ആൻ അയണിക് സോളിഡ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, ഈവൻ ഇഫ് ഇറ്റ്സ് ഫ്യൂ കാറ്റയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് യൂണിറ്റ് സെൽസ്. ശരിയാണോ? നമുക്ക് പറയാം ഇത് ശരിയാണോ? അല്ല, ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ, ഇൻ ആൻ അയണിക് സോളിഡ് ഫ്രങ്കൽ ഡിഫെക്റ്റ് അറൈസസ് ഡ്യൂ ടു ഡിസ്ലൊക്കേഷൻ ഓഫ് ദ കാറ്റയോൺ ഫ്രം ഇറ്റ്സ് ലാറ്റിസ് സൈറ്റ് ടു ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ് മെയിൻറ്റെയിനിങ് ദ ഓവറോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. വളരെ ശരിയാണ്. സോ ഐ ക്യാൻ സേ ഈസ് നോട്ട് കറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആൽഫയുടെ ക്ലാസ്സിൽ. സോ ഇതെല്ലാം നമ്മുടെ ക്ലാസ് റൂം ഡിസ്കഷൻ ക്വസ്റ്റ്യൻസിലുള്ളതാണ്. ഉറപ്പായിട്ടും ആൽഫ സ്റ്റുഡൻസ് they are going to score very good marks this time.
അടുത്ത ചോദ്യം തെർമോഡൈനാമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ. വിച്ച് പി വി കർവ് റെപ്രസെൻറ്റ്സ് എ മാക്സിമം വർക്ക് ഡൺ? നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ പി വി കർവാണ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, പല തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. പി വി കർവ്, സോ ഏരിയ അണ്ടർ ദ പി വി കർവ് എന്ന് എനിക്ക് എഴുതാം. ഇവിടെ ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത് ഇവനാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തതിലേക്ക് വന്നേ. വീണ്ടും നമ്മുടെ ആൽഡിഹൈഡ് കീറ്റോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം. സോ ഇവിടെ സയനോഹൈഡ്രിൻ, അതിൽ നിന്ന് തന്നെ എനിക്കറിയാം സയനോഹൈഡ്രിൻ HCN ആണ്, വേറൊന്നുമല്ല. സോ A4 വരുന്ന ഒരേ ഒരു നോക്ക്, A4 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ എനിക്ക് ആൻസറായി ഓപ്ഷൻ 3. വേറെ ഒന്നും ഞാൻ നോക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഡി ഓക്സൈൻസിൻ്റെ പ്രത്യേകത എന്താ? NH2OH. D1. ബാക്കിയെല്ലാം നമുക്കറിയാവുന്നതാണ്. അസറ്റാൾ എന്തുമായിട്ട് ബന്ധമുള്ളതാണ്? ആൽക്കഹോൾ. ഹെമി അസറ്റാൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷിഫ്റ്റ് ബേസ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ, ദാറ്റ് ഈസ് RNH2. എല്ലാം അറിയാം. നോക്ക്, എസ് ബ്ലോക്ക് എലമെൻസിൽ നിന്നുള്ള ചോദ്യം വന്നേക്കുന്നു. ആദ്യം ലിത്യം എന്തുമായിട്ടാണ് ഇവിടെ മാച്ചിങ് വരുന്നത്? ക്ലിയർ ആണ്. ലിത്യം ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോ കെമിക്കൽ സെൽസ്. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഐ ക്യാൻ സേ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. സോഡിയം ഏതായിരിക്കും? കൂളൻ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്, ന്യൂക്ലിയർ റിയാക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തവർക്കറിയാം, പണ്ടത്തെ ചോദ്യ പേപ്പറിൽ ഇവർ തന്നിട്ടുണ്ട് KOH വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പെല്ലറ്റിനെ അബ്സോർബ് ചെയ്തു എന്നും പറഞ്ഞ്. സോ അതൊക്കെ ചെയ്ത് പഠിച്ചവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. D4 സീഷ്യം, അതും നമുക്കറിയാം, ഫോട്ടോ കെമിക്കൽ സെൽ. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നോക്ക്, പി ബ്ലോക്ക് എലമെൻസിൽ നിന്ന് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിൽ നിന്നാണ് ചോദ്യം. ICl ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയഡിൻ. കറക്റ്റാണ്. ഏതൊരു ഇന്റർ ഹാലജൻ കോമ്പൗണ്ടും അതിൻ്റെ ബേസ് കോമ്പൗണ്ടിനെക്കാളും റിയാക്റ്റീവ് ആയിരിക്കും, എക്സെപ്റ്റ് ഫ്ലൂറിൻ. അതറിഞ്ഞിരിക്കണം. സോ ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ICl ബോണ്ട് ഈസ് വീക്കർ ദാൻ II ബോണ്ട്. കറക്റ്റാണ്. സോ ബോത്ത് A and R ആർ കറക്റ്റ് ആൻഡ് R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഐ ക്യാൻ സേ ദാറ്റ്. അടുത്തത് നോക്ക്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ നിന്നാണ് ഫസ്റ്റ് ചോദ്യം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ഹയർ ദാൻ ഹൈഡ്രോ കാർബൺസ്. കറക്റ്റാണ്. കാരണം എല്ലാ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസും പോളാറാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്. പോളാരിറ്റി കൂടിയാൽ അസോസിയേഷൻ കൂടും, ചാർജസ് അട്രാക്റ്റ് ചെയ്യും. നമ്മൾ കൂടുതൽ എനർജി കൊടുത്താലേ വേപ്പർ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റൂ. സോ ഓഫ് കമ്പയറബിൾ മോളിക്കുലാർ മാസ് ബിക്കോസ് ഓഫ് വീക്ക് molecular association in aldehydes and ketones due to dipole interaction. Correct ആണ്. The boiling point of aldehydes and ketones are higher. Okay, the boiling points of aldehydes and ketones are lower than alcohol. അതും ശരിയാണ്. കാരണം ആൽക്കഹോൾ എടുക്കുമ്പോൾ അവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. സോ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ഡൈപോൾ ഇൻട്രാക്ഷനേക്കാളും. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്തത് നോക്ക്, നമ്മുടെ ആൽക്കൈൽ ഹാലൈഡി എന്നുള്ള അല്ലെങ്കിൽ ഹാലോ ആൽക്കൈൻസ് എന്നുള്ള ചോദ്യമാണ്. ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ SN2 റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ ഹാവിങ് കൈറാലിറ്റി ഷോ ഇൻവേർഷൻ. ശരിയാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വാൾഡൺ ഇൻവേർഷൻ. ഇതെല്ലാം ഇതിന് മറ്റൊരു പേരും പണ്ടുണ്ടായിരുന്നു, ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അംബ്രല്ല ഇൻവേർഷൻ എന്നും പറയാറുണ്ട്. എനൻഷ്യമിസ് ആർ സൂപ്പർ ഇമ്പോസിബിൾ ആണോ? അല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ. സോ ദിസ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ 2 ആണ്. എറിസിമിക് മിക്സ്ചർ ഷോസ് 0 ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. ശരിയാണ്. കാരണം അതിൽ 50% ഡെക്സ്ട്രോയും ഉണ്ടാവും, 50% ലീവോയും ഉണ്ടാവും. സോ അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. SN1 റിയാക്ഷൻ 1:1 അത് പാർഷ്യലി ശരിയാണ്, എന്നാലും കമ്പാരിറ്റീവ്ലി ശരിയാണെന്ന് പറയാം. ഓക്കെ, സോ ആൻസർ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് നോക്ക്, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. സോ ദ ഗിവൺ ഗ്രാഫ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് കൈനറ്റിക്സ് ഓഫ് ദ റിയാക്ഷൻ. സോ നമുക്ക് പറയാം ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. നമുക്കറിയാം T½ എടുക്കുവാണെങ്കിൽ 1/a⁻n-1. സോ n = 1 ആണെങ്കിൽ 1/a⁻0. അതിൻ്റെ അർത്ഥം T½ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. സോ കോൺസ്റ്റൻ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കിയേ, 0 ഓർഡർ y കോൺസെൻട്രേഷൻ ആണെന്ന് വിചാരിക്കുക. x എന്ന് പറയുന്നത് ടൈം ആണെങ്കിൽ എനിക്ക് പറയാം y ഷുഡ് ബി, സോ x 0 ഓർഡർ കോൺസെൻട്രേഷൻ ആണ്, ഇത് x ടൈമുമാണ്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ y എന്തായിരിക്കും? T½ ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ.
എക്സ് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ആയിരിക്കും, കാരണം ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ ഞാൻ കണ്ടു. ഇനി വൈ കോൺസെൻട്രേഷനും അതായത് എക്സ് ടൈമും ആയിരിക്കണം. അങ്ങനാണെങ്കിൽ ഇത് ടി ഹാഫും ഇത് കോൺസെൻട്രേഷനും ആയിരിക്കും. അത് കാരണം ടി ഹാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ്. അടുത്തത് നോക്കിയേ, ലോൺ പെയർ റിപ്പൾഷൻ മാക്സിമം ആയിട്ടുള്ള ആൾ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം XeF2, കാരണം ഇറ്റ് ഈസ് സീനോൺ, ഒരു നോബിൾ ഗ്യാസ് ആണ്. അതിൽ ലോൺ പെയർ മാക്സിമം ആണ്. 3 ലോൺ പെയർ ഏറ്റവും മാക്സിമം ആയിട്ട് വരുന്നതാണ്. സോ അന്നേരം എനിക്ക് ഉറപ്പായിട്ടും പറയാം ഹിയർ ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ, വേറെ ഒന്നുമല്ല. അടുത്തതിലേക്ക് വരാം. ഇതാ നോക്ക്, ഇലക്ട്രോ കെമിസ്ട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻ അറ്റ് 298 കെൽവിൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് പ്രെഡിക്റ്റ്, ഇതേപോലത്തെ കീം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ കീമിൻ്റെ ഡിസ്കഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലത്തെ ചോദ്യങ്ങൾ വരും. സോ ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എനിക്ക് കണ്ടുപിടിക്കാം. ദാ കോപ്പറിൻ്റെ കേസ് നോക്ക്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ് മക്കളെ? 0.34 പോസിറ്റീവ് വാല്യൂ. ഒരാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ ആണെന്ന് പറഞ്ഞാൽ ഹീ ഈസ് എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അടുത്തത് നോക്ക്, സിൽവറിൻ്റെ കേസിൽ നോക്ക് കുട്ടികളെ മൈനസ് ആണ് 0.44. സോ അതിൻ്റെ അർത്ഥം ഇവൻ ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, വീക്കാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഓക്സിഡൈസിങ് ഏജൻ്റ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കോപ്പർ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇവിടെ കോപ്പറിന് എന്താ സംഭവിക്കുന്നത്? ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും ഇത് 0യിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. സോ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ആണ്. സോ റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജൻറ്റ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്തത് നോക്കിയേ, സിൽവറിൻ്റെ കേസിൽ ഇത് 0, ഇത് എക്സ് +2യിലേക്ക് പോകുന്നു. സോ ദാറ്റ് മീൻസ് സിൽവർ ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. സിൽവർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നു. അത് നോക്കിയേ, സിൽവർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമോ? വീക്ക് ഓക്സിഡൈസിങ് ഏജൻ്റ് അല്ലേ? സോ നമുക്ക് പറയാം ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വളരെയധികം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. O2+ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എടുത്ത് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. O2+ അയോൺ ഈസ് ഡയാമാഗ്നറ്റിക്. നെക്സ്റ്റിലോട്ട് പോവാം. അടുത്തത് വീണ്ടും ഓർഗാനിക് എന്നുള്ളതാണ്. ദ അസിഡിക് സ്ട്രെങ്ത് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രോഫിനോൾ ഈസ് ഹയർ ദാൻ ഫിനോൾ. അതെന്തുകൊണ്ടാണ് കുട്ടികളെ? ഞാൻ പല തവണ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും കീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫിനോൾ വെച്ച് നോക്കാൻ നേരം NO2 -M -I ഇവന് +M. സോ -I ഗ്രൂപ്പ് ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ എന്ത് പറ്റും? അസിഡിക് സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. സോ നമുക്ക് പറയാം നൈട്രോ ഗ്രൂപ്പ് ഉള്ളപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രോഫിനോൾസിൻ്റെ കേസിൽ ദേ ആർ മോർ അസിഡിക് ആണ്. സോ ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ഓർത്തോ നൈട്രോ, മെറ്റാ നൈട്രോ, പാരാ നൈട്രോ വിൽ ഹാവ് സെയിം. ഒരിക്കലുമല്ല, വ്യത്യാസപ്പെടും. കാരണം റെഫറൻസ് ഇഫക്റ്റ് ഓർത്തോയിലും പാരായിലും മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ക്ലിയർ ആണോ? സോ അടുത്തതിലേക്ക് വരാം. അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ദ 4D ഓർബിറ്റൽസ് ഹാവ് ഷേപ്സ് സിമിലർ ടു റെസ്പെക്റ്റീവ് 3D ഓർബിറ്റൽസ്. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻ ആറ്റം ഓൾ ദ 5 3D ഓർബിറ്റൽസ് ആർ ഈക്വൽ ഇൻ എനർജി. ഡീജനറേറ്റ് ആണ്. പക്ഷേ ഒരിക്കലും ദ ഷേപ്സ് എന്ന് പറയുന്നത് സിമിലർ അല്ല. The shapes of they are similar to each other and dx² - dz² are similar to each other. ഒരിക്കലുമല്ല. ഇത് ഓരോന്നിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഡിഫറൻ്റ് ആണ്. സോ dx² - y² dz² ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്തതിൽ നോക്ക്, നമ്മുടെ പി ബ്ലോക്ക് എലമെൻസിൽ നിന്നാണ് ഡൈബൊറൈനെ കുറിച്ചാണ് ചോദ്യം. എൻ്റെ അമ്മോ, ഇത് എത്ര തവണ നമ്മൾ നമ്മുടെ ഈ ഹാൽഫയിൽ നമ്മളിത് വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മളിത് വരച്ച് പഠിച്ചിട്ടുണ്ട്. നോക്ക്, ഇവിടെ നമുക്ക് കാണാം, ഇവിടെയുള്ള ആൾക്കാരെയാണ് ടെർമിനൽ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഇവരെയാണ് ബ്രിഡ്ജ് ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഇവിടെയുള്ള 2 ഇലക്ട്രോണിൽ നിന്ന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയിട്ടാണ് ഇവിടെ ബനാന ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ദിസ് ഈസ് എ 3 സെൻറ്റർ. 3 സെൻറ്റർ ഇവിടെ കാണാം. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ബോത്ത് ബോറോൺ ആറ്റംസ് ആർ sp2. ഒരിക്കലുമല്ല, spp. അതായത് ഇത് sp3 ആണ് കുട്ടികളെ. സോ ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
ഇത് അടുത്ത നോക്ക്, നമ്മുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്നുള്ള ചോദ്യമാണ്. ദ പൊല്യൂഷൻ ഡ്യൂ ടു ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഗെറ്റ്സ് എൻഹാൻസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, നമുക്കറിയാം പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടെങ്കിൽ എൻഹാൻസ് ആവും, ഓസോൺ ഉണ്ടെങ്കിൽ എൻഹാൻസ് ആവും, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ എൻഹാൻസ് ആവും. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ 1. സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം. KMnO4 oxidizes iodide to iodate. The change in the oxidation state of manganese. So clear ആണ് Mn. സോ MnO4 മൈനസ് എന്ന് പറയുമ്പോൾ +7 നിന്നും ഇവൻ പോകുന്നത് MnO2, അതായത് +4ലേക്കാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഡയലൂട്ട് NaOH കാണാം, CH3 ഡബിൾ ബോണ്ടോ CH3, അതേപോലെ തന്നെ പെൻഡൻ 2 ഓൺ CH3 ഡബിൾ ബോണ്ടോ CH2 CH3. ആൽഫ ഹൈഡ്രജൻ രണ്ടിലുമുണ്ട്. ഉറപ്പായിട്ടും ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ദിസ് ഈസ് 2 ആർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. സോ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. സോ ഇതിൽ നിന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കാം, ഇവൻ ആദ്യത്തെ കേസിൽ ഇവന് ന്യൂക്ലിയോഫൈൽ ആവാം, ഇവൻ പോളറൈസ് ചെയ്യാം. ഇവൻ പോളറൈസ് ചെയ്താൽ ഇവിടെ എന്ത് വരും കുട്ടികളെ? വേഗം നമുക്ക് എഴുതി നോക്കാം. പ്ലസ് ഇത് CH2. സോ ഇതിലേക്ക് ആര് വരും? നമുക്ക് പറയാം, ഇവിടെ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ പോയാൽ ഇവിടെ CH2 മൈനസ് ഇങ്ങോട്ട് വരും. സോ നമുക്ക് പറയാം ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ അങ്ങനെ ഓരോ പോസിബിലിറ്റി എടുത്ത് നോക്കിയാൽ ഓപ്ഷൻ 1 ആണ് ആൻസർ എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാത്തിൽ നിന്നും കണ്ടുപിടിക്കാം. കാരണം ഇതിലെല്ലാം CH3CO യൂണിറ്റ് ഉണ്ട്. സോ അതിവിടെ അതേപോലെ ഇത് ന്യൂക്ലിയോഫൈലായിട്ടാണ് ഇവിടെ ബിഹേവ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് കണ്ടോ, ഇവിടെ നോക്ക്, ഇതിനകത്തും നമുക്ക് കാണാം CH3CO യൂണിറ്റ് കാണാൻ പറ്റും. സോ ഇവിടെ വരുമ്പോഴും CH3CO. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. സോ ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് നമ്മുടെ ഇതിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താ പറയുക, നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി. അതിനകത്ത് ചോദിച്ചേക്കുന്നത് ഓർഡർ ഓഫ് എനർജി അഡ്സോർബ്ഡ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ കളർ ഓഫ് ദ കോംപ്ലക്സസ്. സോ നമുക്കറിയാം ലിഗൻഡിൻ്റെ സ്ട്രെങ്ത് കൂടിയാൽ നമുക്കറിയാം അത് കൂടുതൽ എനർജി അഡ്സോർബ് ചെയ്യും. സോ ഇവിടെ നമുക്കറിയാം ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ലിഗൻഡ് EN ആണ് വാട്ടറിനേക്കാളും. സോ EN ഏറ്റവും കൂടുതലുള്ളത് Cക്കകത്താണ്, പിന്നെ ഉള്ളത് Aക്കകത്താണ്, പിന്നെ Bക്കകത്താണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കാം, IUPAC നെയിം ഇടാനാണ്. സോ നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. സോ അതിന് എങ്ങനെ 1 2 3 4 ആവും? ഇവിടെ നിന്നിട്ടാൽ 3A വരത്തുള്ളൂ. 1 2 3 4 5 6. സോ പേരൻറ്റ് ചെയിൻ സെലക്ട് ചെയ്തു, നമ്പർ ഇട്ടു. സോ നമുക്ക് പറയാം 1 ബ്രോമോ ആൽഫബറ്റിക്കലി, അടുത്തത് 5 ക്ലോറോ, പിന്നെ എന്ത് വരും? 4 മീഥൈൽ ഹെക്സാൻ ത്രിയോൾ. 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്ക്, ഇത് നിങ്ങൾക്ക് ഈ ചോദ്യം തെറ്റാണ്. E0 സെല്ലിൻ്റെ വാല്യൂ 10.5 വോൾട്ട് ആണ്. സോ ഈ വാല്യൂ ഇട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 1 പോയിൻറ്റോ 0 പോയിൻറ്റുള്ള ആൻസർ കിട്ടില്ല. സോ ദിസ് വിൽ ബി ക്യാൻസൽഡ് ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ്. ഇത് ക്യാൻസൽ ആവാനാണ് ചാൻസ്. അടുത്തത് നോക്ക്, നമ്മുടെ ആൽക്കഹോളിൽ നിന്നുള്ള ചോദ്യമാണ്. സോ അതിൽ ലൂക്കാസ് ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൂക്കാസ് റിയേജൻറ്റ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് സിങ്ക് ക്ലോറൈഡ് ആണ്. നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. 3 ഡിഗ്രി ആണെങ്കിൽ പെട്ടെന്ന് തരും, പിന്നെ 2 ഡിഗ്രി, പിന്നെ 1 ഡിഗ്രി. സോ ഫസ്റ്റ് വൺ പ്രൈമറി സെക്കൻഡറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനാണ് ലൂക്കാസ് റിയേജൻറ്റ് ഉപയോഗിക്കുന്നത്. ട്രൂ. അടുത്തത് പ്രൈമറി ആൽക്കഹോൾസ് ആർ മോസ്റ്റ് റിയാക്റ്റീവ്. തെറ്റാണ്. 3 ഡിഗ്രിയാണ്. കാരണം ഹി വിൽ ഗീവ് മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 2. അടുത്തതിലേക്ക് വരാം. റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് H+ അയോൺ 105.8. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ തേർഡ് ബോർ ഓർബിറ്റ് ഓഫ് ലിത്തിയം 2+ അയോൺ? നമ്മൾ പഠിച്ചിട്ടുണ്ട് Rn പ്രൊപ്പോർഷണൽ ടു. എന്താണ് പറഞ്ഞേ? നമുക്കറിയാം n². സോ n² Z എന്ന് വരും. നമ്മളിത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ n² ബൈ Z എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് R1/R2 പെട്ടെന്ന് എങ്ങനെ എഴുതാം? n1² ബൈ n2² ഇൻറ്റു Z2/Z1. നിങ്ങൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 105.8 by R2 equal to n1² 4/9 into 3/2. സോ ആറിൻ്റെ വാല്യൂ നിങ്ങൾ ചെയ്താൽ പൈക്കോമീറ്ററിലാണ്. സോ ആൻസറും 158.7 പൈക്കോമീറ്റർ എന്ന് കിട്ടുന്നതായിട്ട് കാണാം.
അടുത്ത ചോദ്യം നോക്കിയേ, എ ഗിവിംഗ് പ്രൊഡക്ട്സ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇത്രയായിട്ട് മാറിയിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ മിനിറ്റ് റേസ് ടു -1 ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്കറിയാം കെ ഈസ് ഈക്വൽ ടു 2.303/t എന്ത് വരും കുട്ടികളെ പറഞ്ഞേ, ലോഗ് R0/RT. സോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ 2.303 ബൈ ടൈം 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഗ് R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.1 10⁻⁻1, ഇത് 10 എത്ര വരും കുട്ടികളെ, -3. സോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 0.9 ആൻസർ കിട്ടുന്നതായിട്ട് കാണാം. സോ 0.9 ഇസ് ദ കറക്റ്റ് ആൻസർ. ആരും ഇവിടെ മിനിറ്റിനെ കൺവേർട്ട് ചെയ്യേണ്ട, കാരണം അവർ മിനിറ്റ് റേസ് ടു -1 ചോദിച്ചേക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കിയേ, സോളിഡ് സ്റ്റേറ്റിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യം. സോ നമുക്കറിയാം ഇവിടെ ഡെൻസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഈസ് Z/m ഡിവൈഡഡ് ബൈ A³ × NA അവഗാഡ്രോ നമ്പർ. സോ ഇത് എന്ത് ലാറ്റിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ക്രിസ്റ്റലൈസസ് ഇൻ ആൻ FCC യൂണിറ്റ് സെൽ. സോ Z വാല്യൂ 4 ആണ്. സോ M ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. A എന്ന് പറയുന്നത് ഡെൻസിറ്റി അവർ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 3.60 × 10⁻⁻8 ദ ഹോൾ ക്യൂബ് എന്ന് വരും. സോ ഇവിടെ ഡെൻസിറ്റിയും സെൻറ്റിമീറ്ററിലായതുകൊണ്ട് അതേ വാല്യൂ തന്നെ യൂസ് ചെയ്യാം. അവഗാഡ്രോ നമ്പർ 6 × 10⁻23, ഡെൻസിറ്റിയുടെ വാല്യൂ 3.6 × 10⁻⁻8 ഇട്ട് കൊടുക്കുക. സോ 4 × m ഡിവൈഡഡ് ബൈ 3.6 × 10⁻�8 ദ ഹോൾ ക്യൂബ് ഇൻറ്റു 6 × 10⁻23. സോ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എമ്മിൻ്റെ വാല്യൂ 63.1 എന്ന് കിട്ടും. പക്ഷേ ഞാൻ സമയമില്ലെങ്കിൽ ഉറപ്പായിട്ടും കോപ്പറല്ലേ, ഞാൻ പലതവണ അതിൻ്റെ അറ്റോമിക് മാസ് പഠിച്ചിട്ടുണ്ട്. സോ 63 ആണെന്ന് വെച്ച് ഞാനതങ്ങ് ചെയ്യും. ഓക്കെ, അടുത്തത് നോക്ക്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്നാണ്. എ 10 ലിറ്റർ ഫ്ലാസ്ക് കണ്ടെയ്ൻ 64 gram ഓഫ് ഓക്സിജൻ. ദ പ്രഷർ ഇൻസൈഡ് ദ ഫ്ലാസ്ക് ആണ് PV = nRT, വേറെ ഒന്നുമില്ല. സോ P എന്ന് പറയുന്നത് nRT/V ആണ്. സോ നമ്പർ ഓഫ് മോൾസ് 64 gram / 32 ഇൻറ്റു R 0.082, ടെമ്പറേച്ചർ 300 ഡിവൈഡഡ് ബൈ വോളിയൂം 10 ലിറ്റർ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്രഷർ ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4.9 അറ്റ്മോസ്ഫിയർ. സോ 4.9 bar. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഓപ്ഷൻ 3. അടുത്തയിലേക്ക് വരാം, ഓർസിനെ കുറിച്ചാണ്. സോ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഹെമറ്റൈറ്റ് അയണുമായിട്ട് ബന്ധമുള്ളതാണ്. A3 ഉള്ള 2 ഓപ്ഷൻ. മാഗ്നറ്റൈറ്റ് ക്ലിയർ ആണ്, മാഗ്നറ്റൈറ്റ് Fe3O4 അയണ്ട തന്നെയാണ്. Fe3O4 ആണ് മാഗ്നറ്റൈറ്റ്, പലതവണ കണ്ടിട്ടുണ്ട്. കെലമൈൻ C2 സിങ്കിൻ്റെ ആണ്, പഠിച്ചിട്ടുണ്ട്. സോ ഇത് നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ 1 ആയിട്ട് ആൻസർ കിട്ടും. കാവോലനൈറ്റ് നമുക്ക് പറയാം ഇറ്റ്സ് എ കോംപ്ലക്സ് ഓഫ് അലുമിനിയം. ഓക്കെ, സോ അടുത്തയിലേക്ക് വരാം. വീണ്ടും നമ്മുടെ അമീൻസിൽ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. സയനൈഡ് എടുത്തിട്ടുണ്ട്. സയനൈഡിനെ ഇവർ റെഡ്യൂസ് ചെയ്തേക്കുന്നു ടെക്സ്റ്റിലെ റിയാക്ഷൻ. സോ ദിസ് വിൽ ബിക്കം CH2NH2 വിത്ത് ലിത്യം അലുമിനിയം ഹൈഡ്രൈഡ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട് കുട്ടികളെ. ഇപ്പോൾ ഇതൊരു ആലിഫാറ്റിക് അമീനായിട്ട് മാറി. ഇവനെ HONO കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു. NaNO2 വിത്ത് HCl, വേറെ ഒന്നുമല്ല, HONO ഡയസോട്ടൈസേഷൻ. ദിസ് വിൽ ബിക്കം ആലിഫാറ്റിക് അമീൻസ് വിൽ ബിക്കം ആൽക്കഹോൾ. വരുന്നു ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തയിലേക്ക് വരാം. ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള ചോദ്യം. നമ്മുടെ ഇവിടെ ചോദിച്ചേക്കുന്നത് Kc കണ്ടുപിടിക്കാനാണ്. Kc എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ദ ഹോൾ ക്യൂബ്. സോ Kc വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഫോർ ദ Kc ഈസ് ഫൗണ്ട് ടു ബി, തന്നിട്ടുണ്ട് കുട്ടികളെ, Kc തന്നിട്ടുണ്ട് -59. ഓസോണിൻ്റെത് കോൺസെൻട്രേഷൻ ഓഫ് O2 നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അറ്റ് ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. ഓസോൺ ആണ് ചോദിച്ചേക്കുന്നത്. സോ ഓസോണിൻ്റെ നമുക്കിവിടെ ഇടാം. ഓസോൺ സ്ക്വയർ ബൈ O2 തന്നിട്ടുണ്ട് 0.040 ദ ഹോൾ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ യു വിൽ ഗെറ്റ് 10⁻−32 കിട്ടും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് പറയാം, കാരണം ഇതിൻ്റെ നേർപകുതി സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഈ വാല്യൂവിനടുത്ത് വരും. അടുത്തത് നോക്ക്, ഒസനോളിസിസ് ആണ്. കോമ്പൗണ്ട് X ഓൺ ഒസനോളിസിസ് വിത്ത് സിങ്ക് ആൻഡ് H2O ഗീവ്സ് ഫോർമാൽഡിഹൈഡും കിട്ടി. ഒപ്പം 2 മീത്തൈൽ CH3 CCH3
പ്രൊപ്പനാൽ, CH3 CHO 1 2 3 2 മീത്തൈൽ പ്രൊപ്പനാൽ. സോ നമുക്കറിയാം കോമ്പൗണ്ട് എക്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഒസനോളിസിസ് ചെയ്യുമ്പോഴാണ് ഓക്സിജൻ ആഡ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഓക്സിജനെ റിമൂവ് ചെയ്യുക, ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. സോ നമുക്ക് വരും CH2 ഡബിൾ ബോണ്ട്, ഇവിടെ CH, CH3, ഇവിടെ CH3. എന്താണ് ഈ സാധനത്തിൻ്റെ പേര്? ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി. സോ 1 2 3 4 നമുക്ക് പറയാം 3 മീത്തൈൽ ബ്യൂട്ട് 1-ene. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, എത്ര എളുപ്പമായിരുന്നു കുട്ടികളെ ഈ വട്ടത്തെ ചോദ്യം, എനിക്കറിയില്ല. സോ എല്ലാവരും പൊളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. കെമിസ്ട്രി 45-50 ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടെന്നറിയാം. അതിൽ ഓപ്ഷനും വെച്ച് നോക്കിയാൽ പോലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 45 നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ 43 ശരിയാക്കാൻ പറ്റും. ഒരു പാടുമില്ല, അത്ര എളുപ്പമായിരുന്നു കെമിസ്ട്രി. സോ താങ്ക് യു എല്ലാവരും. ആ മാർക്ക് കുറഞ്ഞവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നേരെ ആൽഫയിലേക്ക് വരിക, വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് വെച്ച് അരിച്ച് പിറക്കി നമ്മളെ കുട്ടികളുടെ കൂടെ നിന്ന് അവർക്ക് നീറ്റ് അവർക്ക് കിട്ടുന്ന രീതിയിലാക്കി, ഏറ്റവും മെറിറ്റിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ വറീഡ് ആകരുത്. ഇത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അറ്റ് റൈറ്റ് പ്ലേസ് യു വിൽ ഗെറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. ആൻഡ് ഐ ക്യാൻ റെക്കമെൻഡ് ആൽഫ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് to undergo NEET coaching. Thank you.